ഹലോ ഫ്രണ്ട്സ്, W3Malayalam വെബ് ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു വെബ് പേജ് നിർമ്മിക്കാം എന്നാണ്. വെബ് പേജ് നിർമ്മിക്കുവാനായി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് HTML ആണ്. പൂർണ്ണരൂപം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ ഒരു വെബ് പേജിനെ നമുക്ക് HTML ഡോക്യുമെന്റ് എന്നും വിളിക്കാവുന്നതാണ്. ഒരു HTML ഡോക്യുമെന്റ് നിർമ്മിക്കുവാനായി നാം HTML കോഡ് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനായി നമുക്ക് ഒരു ടെക്സ്റ്റ് എഡിറ്റർ ആവശ്യമാണ്. വിൻഡോസിൽ നോട്ട്പാഡ്, വേഡ്പാഡ് എന്നിങ്ങനെയുള്ള ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഉണ്ടെങ്കിലും പ്രോഗ്രാമിങ്ങിനും വെബ് ഡിസൈനിങ്ങിനും അനുയോജ്യമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ള ധാരാളം ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഇന്റർനെറ്റിൽ നമുക്ക് ലഭ്യമാണ്. അതിലൊന്നാണ് നോട്ട്പാഡ്++. നോട്ട്പാഡ്++ ഡൗൺലോഡ് ചെയ്യുവാനായി ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം നോട്ട്പാഡ്++ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ വരുന്ന ലിസ്റ്റിൽ നിന്നും ആദ്യത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ സിസ്റ്റം 32 ബിറ്റ് ആണെങ്കിൽ ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ സിസ്റ്റം 64 ബിറ്റ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുവാനായി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. നോട്ട്പാഡ്++ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഓപ്പൺ. ഓക്കെ. നെക്സ്റ്റ്. ഐ എഗ്രി. നെക്സ്റ്റ്. നെക്സ്റ്റ്. ഡെസ്ക്ടോപ്പിൽ ഷോർട്ട് കട്ട് കാണുവാനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റാൾ. ഇപ്പോൾ റൺ ചെയ്യേണ്ടതില്ല. ഫിനിഷ്. ഓക്കെ. ഈ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇവിടെ നമ്മുടെ നോട്ട്പാഡ്++ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ HTML ഡോക്യുമെന്റ് അഥവാ വെബ് പേജിന് ആവശ്യമായ HTML കോഡ് നാം ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ലൈൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നു. ദെൻ HTML എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നു. ദെൻ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇതിനെ നമുക്ക് ഒരു HTML ടാഗ് എന്ന് വിളിക്കാം. ഇതുപോലുള്ള ധാരാളം HTML ടാഗുകൾ അടങ്ങിയതാണ് ഒരു HTML ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു വെബ് പേജ്. ഇത് HTML എന്ന ടാഗാണ്. ഏതൊരു HTML ടാഗിനും ഒരു ക്ലോസിംഗ് ടാഗ് ഉണ്ടാവും. ക്ലോസിംഗ് ടാഗ് എന്നാൽ ഇതിന് ശേഷമായി ഇങ്ങനെ കൊടുക്കാം. അഥവാ ടാഗ് നെയിം, HTML എന്ന ടാഗ് നെയിമിന് തൊട്ടു മുമ്പായി സ്ലാഷ് ഇട്ടുകൊണ്ടാണ് നാം ക്ലോസിംഗ് ടാഗ് നിർമ്മിക്കുന്നത്. HTML എന്ന ഈ ടാഗ് ഓപ്പണിംഗ് ടാഗും /HTML എന്ന ഈ ടാഗ് ക്ലോസിംഗ് ടാഗുമാണ്. HTML എന്ന ഓപ്പണിംഗ് ടാഗിൻ്റെയും /HTML എന്ന ക്ലോസിംഗ് ടാഗിൻ്റെയും ഉള്ളിലായിട്ടാണ് ഒരു HTML ഡോക്യുമെന്റിലുള്ള മറ്റെല്ലാ ടാഗുകളും കൊടുക്കുക. ഇവിടെ ഞാൻ അടുത്തതായി കൊടുക്കാൻ പോകുന്ന ടാഗ് ബോഡി എന്ന ടാഗാണ്.
ഒരു വെബ് പേജിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ബോഡി എന്ന ടാഗിൻ്റെ ഉള്ളിലായിട്ടാണ് വരിക. ബോഡി എന്ന ടാഗിനും ക്ലോസിംഗ് ടാഗ് ഉണ്ട്, /body. അടുത്തതായി ഞാൻ കൊടുക്കാൻ പോകുന്ന ടാഗ് h1 എന്ന ടാഗാണ്. നമ്മുടെ വെബ് പേജിനുള്ളിൽ ഒരു ഹെഡിങ് നമുക്ക് കൊടുക്കണമെങ്കിൽ h1 എന്ന ടാഗ് ഉപയോഗിക്കാവുന്നതാണ്. h1 എന്ന ടാഗിനും ക്ലോസിംഗ് ടാഗ് ഉണ്ട്. h1 എന്ന ഓപ്പണിംഗ് ടാഗിൻ്റെയും /h1 എന്ന ക്ലോസിംഗ് ടാഗിൻ്റെയും ഉള്ളിലായിട്ടാണ് നമുക്ക് വേണ്ട ഹെഡിങ് ടൈപ്പ് ചെയ്യേണ്ടത്. ഞാനിവിടെ കൊടുക്കുന്നത് വെൽക്കം ടു HTML എന്നാണ്. അടുത്തതായി ഞാൻ കൊടുക്കാൻ പോകുന്ന ടാഗ് P എന്ന ടാഗാണ്. വെബ് പേജിനുള്ളിൽ ഒരു പാരഗ്രാഫ് കൊടുക്കണമെങ്കിൽ P എന്ന ടാഗ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. P എന്ന ടാഗിൻ്റെയും /p എന്ന ക്ലോസിംഗ് ടാഗിൻ്റെയും ഉള്ളിലായിട്ടാണ് നമുക്ക് ആവശ്യമായ പാരഗ്രാഫ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സിമ്പിൾ വെബ് പേജിന് ആവശ്യമായ HTML കോഡ് നാം ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. HTML എന്ന മെയിൻ ടാഗ് അതിവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഉള്ളിലായി ബോഡി എന്ന ടാഗും ക്ലോസ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഉള്ളിലായി h1 എന്ന ടാഗ് വെൽക്കം ടു HTML എന്ന ഹെഡിങ് കൊടുക്കുവാനായി നമ്മളിവിടെ ഉപയോഗിച്ചു. അതിനുശേഷം P എന്ന ടാഗ് ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുവാനായി നാം ഇവിടെ ഉപയോഗിച്ചു. ഇനി ഈ ഫയൽ റൺ ചെയ്യുവാനായി നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യേണ്ടതുണ്ട്. ഫയൽ, സേവ്. ഇവിടെ നിന്നും നമുക്ക് സേവ് ചെയ്യാൻ ആവശ്യമായ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഡെസ്ക്ടോപ്പ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പുതിയൊരു ഫോൾഡർ നിർമ്മിക്കാൻ ന്യൂ ഫോൾഡർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. HTML docs. നമ്മളിവിടെ HTML docs എന്ന പേരിൽ ഒരു ഫോൾഡർ നിർമ്മിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഉള്ളിലായി നമുക്ക് ഫയൽ സേവ് ചെയ്യാവുന്നതാണ്. ഫയലിന് വെൽക്കം എന്ന് നെയിം കൊടുക്കാം. സേവ് ചെയ്യുന്നതിന് മുമ്പ് ഫയൽ നെയിമിന് തൊട്ട് ശേഷം .html എന്നുകൂടി കൊടുക്കേണ്ടതുണ്ട്. .html എന്നത് HTML ഫയൽസിൻ്റെ എക്സ്റ്റൻഷനാണ്. .html എന്ന എക്സ്റ്റൻഷനിൽ സേവ് ചെയ്യുമ്പോൾ മാത്രമാണ് അതൊരു വെബ് പേജായി കമ്പ്യൂട്ടർ മനസ്സിലാക്കുക. ഇനി സേവ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ കളർ ചേഞ്ച്. ടാഗുകൾക്ക് ബ്ലൂ കളർ, ടെക്സ്റ്റിന് ബ്ലാക്ക് കളറാണ്. അതുപോലെ ഓപ്പണിംഗ് ടാഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലോസിംഗ് ടാഗ് നമുക്ക് കാണിച്ചു തരുന്നു. ഇതെല്ലാം Notepad++ പോലുള്ള സ്പെഷ്യൽ ടെക്സ്റ്റ് എഡിറ്റേഴ്സിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് റൺ ചെയ്യുവാനായി സേവ് ചെയ്ത ലൊക്കേഷനിലേക്ക് പോകാം. മിനിമൈസ്. ഇവിടെ HTML docs എന്ന ഫോൾഡർ ഉണ്ട്. ഓപ്പൺ ചെയ്യാം. ഇവിടെ വെൽക്കം എന്ന ഫയൽ സേവ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഐക്കൺ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഗൂഗിൾ ക്രോമിൻ്റെ ഐക്കണാണ്.
അതിനർത്ഥം ഇതൊരു വെബ് പേജായി സേവ് ആയിട്ടുണ്ട് എന്നാണ്. ഇനി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ക്രോമിന് പകരമായി ഡിഫോൾട്ട് ബ്രൗസറായി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ഒപ്പേര അങ്ങനെ മറ്റേതെങ്കിലും ബ്രൗസർ ആണെങ്കിൽ ആ ബ്രൗസറിൻ്റെ ഐക്കൺ ആയിരിക്കും ഇവിടെ കാണപ്പെടുക. റൺ ചെയ്യുവാനായി ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നാം h1 എന്ന ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്ത വെൽക്കം ടു HTML എന്ന ടെക്സ്റ്റ് ഇവിടെ ഹെഡിംഗ് ആയി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ p എന്ന ടാഗിനുള്ളിൽ കൊടുത്ത ദിസ് ഈസ് എ HTML ഡോക്യുമെന്റ് എന്ന ടെക്സ്റ്റ് പാരഗ്രാഫായും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.